ഹലോ ഗൈസ്, നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് റിസൾട്ട് ആക്സസ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് പ്രശ്നം, അതിനെന്താണ് സൊല്യൂഷൻ? രണ്ടാമതായിട്ട് റിസൾട്ട് ചേഞ്ച് ആയിട്ടുള്ളവർക്ക്, ഗ്രേഡ് ചേഞ്ച് വന്നിട്ടുള്ളവർക്ക് റീഫണ്ട് എങ്ങനെയാണ് കിട്ടുന്നത്, ഏത് ദിവസത്തിനുള്ളിലേക്ക് റീഫണ്ട് കിട്ടും, അതെങ്ങനെയാണ് കിട്ടുന്നത്? മൂന്നാമതായിട്ട് റിസൾട്ട് ചേഞ്ച് വന്നവർ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇപ്പോൾ അലോട്ട്മെന്റ് വരുവാണ്, അപ്പോൾ അലോട്ട്മെന്റിന് മുമ്പേ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സംശയത്തിനുള്ള എല്ലാ ഉത്തരങ്ങളും ഈ വീഡിയോയിൽ കാണും. ഇപ്പോൾ റിവാലുവേഷൻ റിസൾട്ട് 2 ദിവസം മുമ്പേ വന്നു, പക്ഷേ ഇതുവരെ പല കുട്ടികൾക്കും ആക്സസ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഒത്തിരി വീഡിയോസ് ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും കണ്ടുവന്നിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. റിവാലുവേഷൻ നോട്ട് രജിസ്റ്റേർഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസാണ് കൂടുതലും വന്നിട്ടുള്ളത്. പിന്നെ അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് 3 സബ്ജക്റ്റ് അപ്ലൈ ചെയ്തവർക്ക് 2 സബ്ജക്റ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ ഇത്തരത്തിലുള്ള ഇഷ്യൂസാണ് നമുക്ക് റെഗുലറായിട്ട് ഇപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ടും അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് റിസൾട്ട് ചേഞ്ച് ആകാത്തവരുണ്ട്, ഇപ്പോൾ ഗ്രേഡ് ചേഞ്ച് ചെയ്യാത്തവരുണ്ട്. പിന്നെ എന്തെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഒഫീഷ്യലായിട്ട് വന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളുമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ബന്ധപ്പെടണം. പിന്നെ നിങ്ങൾ റിവാലുവേഷൻ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തണം. അക്ഷയ സെന്ററിൽ അപ്ലൈ ചെയ്ത് നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ സ്കൂളിൽ കൊണ്ട് കൊടുത്തിട്ടാണ് പ്രോപ്പർ വേയിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുള്ളവർ സ്കൂളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ബെറ്റർ വേ എന്ന് പറയുന്നത് നമുക്ക് പരീക്ഷാ ഭവനെ കോൺടാക്ട് ചെയ്ത് നമുക്ക് എന്താ അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി പറ്റും. കൂടുതലും കണ്ടിട്ടുള്ളത് റിവാലുവേഷനും സ്ക്രൂട്ടിനിക്കും അപ്ലൈ ചെയ്ത കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കാണ് കൂടുതലായിട്ടും ഈ റിസൾട്ട് കിട്ടാതിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നത്. സോ അപ്പോൾ അതിൽ വന്നിട്ടുള്ള എന്തെങ്കിലും തകരാറാണോ, എന്തെങ്കിലും സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണോ, അതല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ പരീക്ഷാ ഭവനിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് അന്വേഷിച്ചാൽ, വിളിച്ചന്വേഷിക്കാൻ വേണ്ടിയിട്ട് സൈറ്റിൽ ഫോൺ നമ്പർ അവൈലബിൾ ആണ്. ആ നമ്പർ ഇപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ഫോൺ നമ്പർ ഒന്നും ആക്സസ് ചെയ്തെടുക്കാൻ കഴിയുന്നില്ല, കോളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് സ്കൂളിൽ വിളിച്ചിട്ട് ടീച്ചേഴ്സുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യം എന്താണെന്ന് അവരെ അറിയിക്കണം. പിന്നെ പരീക്ഷാ ഭവനുമായിട്ട് കോൺടാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു മാസീവായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് വരുവാണെങ്കിൽ എന്തായാലും അതിനൊരു സൊല്യൂഷൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ ബോധറാവണ്ട. റീവാലുവേഷനെ ബന്ധപ്പെട്ടിട്ട് പിന്നെ ഒത്തിരി കുട്ടികൾ ചോദിക്കുന്നത് റീഫണ്ട് എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഗ്രേഡ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിക്ക് എ ഗ്രേഡ് ആയിരുന്നു, റീവാലുവേഷന് ശേഷം അത് A+ ആയിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ബി ഗ്രേഡ് ആയിരുന്ന കുട്ടിക്ക് B+, എയോ A+ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഹയർ ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലാണ് റീവാലുവേഷന്റെ ഫണ്ട് നിങ്ങൾക്ക് തിരികെ കിട്ടുന്നത്. ഇത് ഫണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് സ്കൂളിൽ നിന്ന് തന്നെ ആയിരിക്കും. മോസ്റ്റ്ലി നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് കിട്ടുന്ന അന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുക. നിങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ സൈൻ ചെയ്ത് മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റീഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഇതാണ്. എല്ലാവർക്കും റീഫണ്ട് കിട്ടില്ല. ഗ്രേഡ് ചേഞ്ച് ആയിട്ടുള്ളവർക്ക് മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫണ്ട് നിങ്ങൾക്ക് തിരികെ കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗ്രേഡ് ചേഞ്ച് ആയവർ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങളുടെ ഗ്രേഡ് ആഡായി വരും. നിങ്ങൾ പഴയ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രേഡ് കാണാൻ വേണ്ടി കഴിയില്ല. പഴയ റിസൾട്ടിലല്ല, നമ്മൾ പഴയ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് പഴയ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ്, പഴയ സൈറ്റിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ അതിൽ പഴയ മാർക്ക് മാത്രമേ കാണൂ. നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്ത് വന്ന് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ മാർക്കായിരിക്കും, പുതിയ മാർക്കായിരിക്കും വരുന്നത്. സോ നിങ്ങൾ അത് ഓർത്ത് ബോധറാവേണ്ട കാര്യമില്ല. SSLC സർട്ടിഫിക്കറ്റിന്റെ കൂടെ തന്നെയാണ് സാധാരണഗതിയിൽ നമുക്ക് ഈ ഫണ്ട് കിട്ടുന്നത്, റീഫണ്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൂടാണ്ട് നമ്മൾ ഇനി അലോട്ട്മെന്റിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട, ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് ആപ്ലിക്കേഷനിൽ മാർക്ക് ആഡായി വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ബോക്സിൽ അറിയിച്ചാൽ മതി.